ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 8ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 8. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം. നിഷ്കാമം ഫലേച്ഛ കൂടാതെയുള്ള കർമ്മത്തിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. നിയത വിധിക്കപ്പെട്ട, സ്വധർമ്മചരണം അവരവർക്ക് ധർമ്മപ്രകാരം ആചരിക്കേണ്ടതായ കർമ്മങ്ങൾ. യത് യാതൊന്നാണോ കർമ്മയോഗ അഭിധം, കർമ്മയോഗം അഭിധം എന്ന് പേരുള്ളതാകുന്നു എന്നാണ് അഭിധം എന്നതിന് അർത്ഥം. കർമ്മയോഗാഭിധം, കർമ്മയോഗം എന്ന് പേരുള്ളതാകുന്നു. അതായത് ഫലേച്ഛ കൂടാതെ അവരവർക്ക് ധർമ്മപ്രകാരം വിധിക്കപ്പെട്ട ആചരിക്കേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് യാതൊന്നാണോ അതിനെ കർമ്മയോഗമെന്ന് വിളിക്കുന്നു. തദ്ദൂരേത്യഫലം, തദ് അതാകട്ടെ ദൂരേത്യഫലം, വളരെ കാലം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ സദ്ഫലം ലഭിക്കുകയുള്ളൂ. യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. യദൗപനിഷദ, യത് യാതൊന്നാണോ, ഔപനിഷദ ഉപനിഷത്തിൽ നിന്ന് ലഭിക്കുന്നത്, ജ്ഞാനോപലഭ്യം പുനഃ ജ്ഞാനം, ഉപനിഷത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം, തത്വജ്ഞാനം ഇവ ഉപലഭ്യം ലഭ്യമാക്കുന്നത്. ജ്ഞാനം ഉപലഭ്യം, ഇങ്ങനെയുള്ള ജ്ഞാനം ഉപലഭ്യം ലഭ്യമാക്കുന്നത് പുനഃ അതാകട്ടെ തത്വവ്യക്തതയാ സുദുർഗമതരം. തത് അത്, തു ആകട്ടെ, തത് തു അവ്യക്തതയാ, തത് അത്, തു ആകട്ടെ അവ്യക്തതയാ ഇന്ദ്രിയങ്ങൾക്ക് അവ്യക്തമായതും, സുദുർഗമതരം വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതും, ചിത്തസ്യ മനസ്സിന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ചിത്തസ്യ മനസ്സിന് മനസ്സിലാക്കുവാനായിട്ടും ഗ്രഹിക്കുവാനായിട്ടുള്ളത്. തസ്മാത് വിഭോ, തസ്മാത് അതുകൊണ്ട്, വിഭോ ഭഗവാനെ, ത്വത് പ്രേമാത്മകഭക്തിരേവ സതതം. അതായത് ഈ ഉപനിഷത്തിൽ നിന്ന് ലഭിക്കുന്ന ബ്രഹ്മതത്വജ്ഞാനം യാതൊന്നാണോ അതാണ് ജ്ഞാനയോഗം. അതാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് അവ്യക്തവും ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. തസ്മാത് വിഭോ അതുകൊണ്ട് ഭഗവാനെ, ത്വത് പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ത്വത് അങ്ങയിലുള്ള പ്രേമാത്മകഭക്തി, നിഷ്കളങ്കമായ പ്രേമഭക്തി, ഏവ ഭക്തിരേവ, ഭക്തി ഏവ, ഏവ എന്ന് പറഞ്ഞാൽ തന്നെയാണ്, അങ്ങയിലുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് സതതം എപ്പോഴും, സ്വാദീയസി സ്വാദിഷ്ടമായിട്ടുള്ളതും, ശ്രേയസി ശ്രേയസ്കരമായിട്ടുള്ളതും. അതുകൊണ്ട് ഭഗവാനെ, അങ്ങയിലുള്ള പ്രേമഭക്തി തന്നെയാണ് എപ്പോഴും ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതും ശ്രേയസ്കരമായിട്ടുള്ളതും. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. മോക്ഷപ്രാപ്തിക്കായി ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന 3 മാർഗങ്ങളാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെയുള്ളവ. അവരവർക്ക് ധർമ്മപ്രകാരം വിധിക്കപ്പെട്ട ആചരിക്കേണ്ട കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നതിനെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. എന്നാൽ ഈ കർമ്മയോഗത്തിൻ്റെ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മതത്വജ്ഞാനങ്ങളാകട്ടെ അവ്യക്തമായിരിക്കുന്നതിനാൽ ഈ ജ്ഞാനയോഗത്തിൽ മനസ്സിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള
കാര്യങ്ങളാണ് ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭക്തിയോഗമാകട്ടെ ഭഗവാന്റെ സുന്ദരരൂപം കാണുന്ന മാത്രയിൽ തന്നെ ഭക്തൻ്റെ മനസ്സിൽ അനിർവചനീയമായ പരമാനന്ദ സച്ചിദാനന്ദാമൃതം നിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയിലുള്ള ഉറച്ച നിഷ്കളങ്ക പ്രേമഭക്തി മാത്രമാണ് എപ്പോഴും സ്വാദിഷ്ടമായിട്ടുള്ളതും ശ്രേയസ്കരമായിട്ടുള്ളതും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ പറയുന്നത്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വദീയസി ശ്രേയസി. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.